ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും നമ്മുടെ ഏണിംഗ് മെച്ചം എന്ന് പറയുന്ന ചാനലിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റൻ്റായിട്ട് മണി വിഡ്രോ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ പറയുന്നത്. ഞാൻ അറൗണ്ട് 1 year ആയിട്ട് കളിച്ച് ക്യാഷ് ഉണ്ടാക്കിയ ഒരു ആപ്ലിക്കേഷനാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എനിക്ക് പ്രോഫിറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ദെൻ ഇതിൽ നോ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, നമ്മൾ ഒരു രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യേണ്ട. ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എനിക്ക് ക്യാഷ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻ്റർഫേസ്. ഓക്കെ, വിൻസോ എന്നാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര്. സോ ഞാൻ പറഞ്ഞുതരാം എല്ലാം എങ്ങനെയാണ് കളിക്കുന്നത്. ഇതിന് മുമ്പ് കളിച്ചവരാണെങ്കിലും ഇതുവരെ ക്യാഷ് കിട്ടാത്തവരാണെങ്കിലും ഇത് കയറുക. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം കറക്റ്റ് ഞാൻ ഏൺ ചെയ്ത് എങ്ങനെയാണ്. സോ നമ്മൾ ഈ ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് എനിവേ കൊടുത്തിട്ട് ഈ സാധനം ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ തിരിച്ചു വരിക. എന്നിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. സോ ഗൈസ്, നമ്മൾ ഓപ്പൺ ആക്കി എടുക്കുക ആപ്ലിക്കേഷൻ. സോ ഓക്കെ, എന്നിട്ട് അപ്പോൾ തന്നെ ഫെച്ചിങ് യുവർ ഡാറ്റ എന്ന് കാണിക്കുക. എന്നിട്ട് നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക നോട്ടിഫിക്കേഷൻ. ദെൻ സെലക്ട് ലാംഗ്വേജ് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക. ദെൻ നമ്മുടെ മൊബൈൽ നമ്പർ, ഓക്കെ, നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് OTP സെൻഡ് ചെയ്യാൻ പറയുക. നമ്മളൊരു അക്കൗണ്ട് ലോഗിൻ ചെയ്യുക. സോ നമ്മൾ OTP സെൻഡ് ചെയ്യുന്നു. ഇതിനു മുമ്പ് നിങ്ങൾ ലോഗിൻ ചെയ്യാത്തൊരു അക്കൗണ്ട് വേണം കൊടുക്കാൻ. ഓക്കെ, സോ നമ്മൾ OTP സെൻഡ് ചെയ്യുന്നു. സോ എൻ്റെ മൊബൈലിലെ തന്നെ നമ്പർ ആയതുകൊണ്ട് എനിക്ക് OTP അടിക്കണം വന്നില്ല. ഡയറക്റ്റായിട്ട് OTP അതിനകത്ത് അടിഞ്ഞു വന്നു. ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങളുടെ വേറെ നമ്പർ ആണെങ്കിൽ ആ നമ്പറിൽ തന്നെ OTP അടിച്ചു കൊടുക്കുക. ദെൻ നമ്മുടെ ലൊക്കേഷൻ അലോ ചെയ്യണം. കാരണം നമ്മുടെ അടുത്തുള്ള പ്ലേയേഴ്സുമായിട്ട് കളിക്കാൻ ഇടവരാണ്ടിരിക്കാനാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഗെയിം കളിക്കാൻ പറ്റില്ല. ലൊക്കേഷൻ ഓൺ ആക്കണം. സോ ഇതാണ് എൻ്റെ ഏണിങ്സ്. നിങ്ങൾ കയറുമ്പോൾ ഈ ബോണസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 20 രൂപ കാണും. ഓക്കെ, ബോണസ് പോയിൻ്റ് കിട്ടും നിങ്ങൾ കയറുമ്പോൾ, എൻ്റെ ലിങ്ക് വഴി കയറുമ്പോൾ. അല്ലാണ്ട് കയറിയാലും കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ മാക്സിമം ലിങ്ക് വഴി കയറാൻ നോക്കുക. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും, അതിൽ തൊട്ട് ക്ലിക്ക് ചെയ്ത് കയറുക. എന്നിട്ട് നമ്മൾ ചെയ്തതിന് ശേഷം നമ്മൾ ആ 20 ബോണസ് വെച്ച് മെട്രോ സർഫർ കളിക്കുക. ഓക്കെ, മെട്രോ സർഫർ കളിക്കുമ്പോൾ ഈസിയാണ്, നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് കളിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറയണത്. സബ്വേ സർഫിൻ്റെ ഒരു കോപ്പി മോഡലാണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് കളിച്ച് പരിചയമുള്ള ആൾക്കാരായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഞാൻ ഫസ്റ്റ് ടൈം കയറിയപ്പോൾ അതാണ് യൂസ് ചെയ്തത്. സോ തുടക്കമായിട്ടുള്ള ഒരാൾ ഇത് കളിക്കുക. അപ്പോൾ ഇത് ഓപ്പോണൻറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് 2 രൂപ പോയി. ഓക്കെ, ബോണസ് പോയിൻ്റ് ആയിട്ടുള്ള 2 രൂപ കിട്ടി. ഇത് പോയി. ഇനി 12 രൂപയുള്ളൂ നമ്മുടെ ഈ ബോണസായിട്ട്. സോ ഈ 2 രൂപ വെച്ച് നമ്മൾ കളിക്കുന്ന സമയത്ത് നമുക്ക് ഇത് ഓടണം. ഓക്കെ, ഇപ്പോൾ മനസ്സിലായി. നമ്മൾ ജസ്റ്റ് ഞാൻ ഇച്ചിരി സ്പീഡാക്കി വിടുകയാണ്. നമ്മളെങ്ങനെ സബ്വേ സർഫ് കളിക്കണം അതുപോലെ കളിക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. ദെൻ ഓപ്പോണൻറ്റിനേക്കാളും കൂടുതൽ പോയിൻറ്റ്സ് കൂട്ടുക. ഇതിൽ മെയിനായിട്ട് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാഗ്നറ്റും 2x ബൂസ്റ്റാറും ഇത് രണ്ടും നമ്മൾ വിട്ട് കളയാണ്ട് എടുക്കാൻ നോക്കുക. പിന്നെ കോയിൻസും ഇതെല്ലാം എടുക്കുമ്പോൾ നമ്മുടെ പോയിൻ്റ് കൂടുന്നുണ്ട്. സോ മാക്സിമം എത്ര പോയിൻറ്റ്സ് എടുക്കാവോ അത്രയും പോയിൻറ്റ്സ് കളക്ട് ചെയ്യുക. പോയിൻറ്റ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്കോർ വരുന്നത്. പിന്നെ നിങ്ങളുടെ റണ്ണിങ്ങും. സോ അത് മൊത്തം കൂട്ടി നിങ്ങൾക്ക് ക്യാഷ് കിട്ടും. അങ്ങനെ ക്യാഷ് കിട്ടുന്ന മീൻസ് പോയിൻറ്റ്സ് കിട്ടും. ആ പോയിൻറ്റ്സിൽ ഓപ്പോണൻറ്റിനെ തോപ്പിച്ചാലാണ്. ഇപ്പോൾ 2 രൂപയ്ക്ക് കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1.5 രൂപ ലാഭം വെച്ച് 3 പോയിൻറ്റ് ഇത്ര രൂപ കിട്ടും. 2 രൂപ വെച്ച് കളിക്കുമ്പോൾ 3.5 രൂപ കിട്ടും. അങ്ങനെ 5 രൂപ വെച്ച് കഴിക്കുമ്പോൾ 8.5 രൂപ കിട്ടും. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ വെച്ച് കളിച്ചോ. സോ ഫസ്റ്റ് കാരണം ഒരാൾ ഒരു കാരണവശാൽ 5ഉം 10ഉം ഒന്നും കൊടുക്കാൻ നിന്നേക്കല്ല്, ഒരു 2 രൂപ വെച്ച് കളിക്കുക. ഓക്കെ, ദെൻ കളി ജയിക്കുന്നവരെ വെയിറ്റ് ചെയ്യുക, അതായത് കളിക്കുക. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇവിടുത്തെ ഇപ്പോൾ മാച്ച് ഇവിടെ തീർന്നിട്ടുണ്ട്. സോ എൻ്റെ പോയിൻ്റ് കണ്ടില്ല. സോ ഓക്കെ, കണ്ടോ, ഓപ്പോണൻറ്റിന് എന്നെക്കാളും കുറച്ച് പോയിൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ ക്യാഷ് കിട്ടി, 1.5 രൂപ കിട്ടി. സോ എൻ്റെ ഇപ്പോൾ ഏണിങ്സിൽ 1.5 രൂപ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ദെൻ നമ്മളെങ്ങനെ അതിനകത്ത് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ വേൾഡ് വാർ കളിക്കാം. വേൾഡ് വാറിൽ നമ്മുടെ കയ്യിൽ പൈസ കൊടുത്ത് നമുക്ക് കളിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മളൊരു കാർഡ് സെലക്ട് ചെയ്യുക. കുറേ പേരുണ്ടാവും. അപ്പോൾ അവരിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കോയിൻ കിട്ടണ, അതായത് പോയിൻറ്റ്സ് ഉള്ള കാർഡ് സെലക്ട് ചെയ്ത ആൾക്കാർക്കായിരിക്കും വിൻ, അതായത് ടീം. സോ ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്ത ടീം ഏതായാലും പൊട്ടിപ്പോയി. അതാണ് ഇതിൽ ഭാഗ്യം എന്ന് പറയുന്ന സാധനം കൂടെ ഉണ്ട് വേൾഡ് വാർ കളിക്കുമ്പോൾ. നമുക്കതില്ല. സോ നമ്മൾ ആ പരിപാടി വിട്ടു. അത് നമുക്ക് കിട്ടണമെങ്കിൽ ഇച്ചിരി റിസ്ക്കാണ്. ഇടയ്ക്കിടയ്ക്ക് കയറി വയ്ക്കുക. ചിലവർക്കൊക്കെ കിട്ടും, ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല. അതങ്ങനെയാണ്. ദെൻ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലെയർ എക്സ്ചേഞ്ച് ആണ്. പ്ലെയർ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ട്രേഡിങ് സെറ്റപ്പാണ്. ക്രിക്കറ്റ് പ്ലെയേഴ്സിനെ നമ്മൾ മേടിച്ചിട്ട് ബൈ ചെയ്തിട്ട് അതിന് ഒരു മാച്ച് വരും. ആ മാച്ച് കഴിയുമ്പോഴത്തേനും അതിന് വേറൊരു പ്രൈസ് ആവും. അതായത് അവർ 6ഉം 4ഉം അടിക്കുന്നതനുസരിച്ച് പ്രൈസ് കയറും. ഒന്നും അടിച്ചില്ലെങ്കിൽ പ്രൈസ് കുറയും. സോ നമ്മൾ 10 രൂപയ്ക്ക് മേടിച്ചാൽ ഒന്നില്ല 1 രൂപയായി പോകും, അല്ലെങ്കിൽ ചിലപ്പോൾ 20 രൂപയായി മാറും. സോ അവിടെ 10 രൂപ നമുക്ക് ചുമ്മാ കിട്ടും. അപ്പോൾ അതാണ് സംഭവം. ഓക്കെ, പ്ലെയർ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ദെൻ പിന്നെ പ്രത്യേകിച്ച് ഇതിനകത്ത് അങ്ങനെയൊന്നുമില്ല. നമ്മൾ ബിഗിനറായിട്ട് കയറുമ്പോൾ ഇത്രയൊക്കെ നോക്കിയാൽ മതി. പിന്നെയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേൾഡ് വാറിൽ കുറച്ച് നാൾ നമ്മൾ കളിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഫ്രീ ഓപ്ഷൻസ് വരും. ഇതിപ്പോൾ എനിക്ക് അങ്ങനെ വന്നേക്കണം ഫ്രീയാണ്. ഞാൻ ഫ്രീ എടുത്തു. അപ്പോൾ എനിക്കിത്
റോബോട്ടിൻ്റെ കൂടെ കളിക്കാൻ കിട്ടി. സോ അങ്ങനെ വരുമ്പോൾ എപ്പോഴും നമുക്ക് ക്യാഷ് കിട്ടും. ഇപ്പോൾ 3 എനിക്ക് ഡയറക്റ്റായിട്ട് കിട്ടി. ഓക്കെ, ഇങ്ങനെയാണ് സംഭവം. ഇനി ഇതെങ്ങനെ വിഡ്രോ അടിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. സോ എൻ്റെ ഈ അക്കൗണ്ടിൽ ഏതായാലും ഞാൻ വിഡ്രോ അടിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ചുമ്മാ ജസ്റ്റ് ഒരു സേഫിന് വേണ്ടിയിട്ടൊക്കെ മറ്റേ അക്കൗണ്ട് പോയാൽ എൻ്റെ മെയിൻ അക്കൗണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ ഒന്ന് സ്പിൻ ചെയ്യട്ടെ. ഓക്കെ, 10% ക്യാഷ് ബാക്ക്, അതൊക്കെ വെറുതെയാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാത്തവരെ ഇട്ടിട്ട് ഒന്നും കിട്ടിയിട്ട് കാര്യമില്ല. സോ ഞാൻ എൻ്റെ മെയിൻ അക്കൗണ്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ മെയിൻ അക്കൗണ്ട്. ഞാൻ ഇതിലാണ് ക്യാഷ് ഏൺ ചെയ്യാറ് എപ്പോഴും കളിച്ചത്. സോ ഇപ്പോൾ എൻ്റെ ബാലൻസ് 24 രൂപ. അപ്പോൾ എൻ്റെ വിഡ്രോവൽ ഓപ്ഷൻ അവിടെ ബ്ലോക്കായി കിടക്കണം നിങ്ങൾക്ക് കാണാം. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ ഒരു വിഡ്രോ അടിച്ചു. എൻ്റെ വിഡ്രോ അടിച്ച് കിടക്കണം 78 രൂപ വിഡ്രോ. അതായത് 100 രൂപ വിഡ്രോ അടിക്കുമ്പോൾ നമുക്ക് 65 രൂപയെ കിട്ടണേ. അതാണ് കണക്ക്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 25 രൂപ 35 രൂപയോളം നമുക്ക് ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കണം. കാരണം ഇതൊരു വെരിഫൈഡ് ആയിട്ടുള്ളൊരു വിൻസോ എന്ന് പറയുന്ന ഗെയിമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കാൻ അതിനകത്തൊന്നും നടക്കില്ല. സോ നമ്മൾ വെരിഫൈഡ് ആയിട്ടുള്ള ഗെയിം ആയതുകൊണ്ട് തന്നെ നമ്മൾ ടാക്സ് കൊടുക്കണം. സോ ഗൈസ്, ഞാൻ കളിച്ച് ഇതിനകത്തപ്പം 24 രൂപയോളം ആക്കിയതാണ്. ഓക്കെ, ഞാൻ എങ്ങനെ കളിച്ചതെന്ന് മനസ്സിലായല്ലോ. ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല. അതുപോലെ ഞാൻ 25-ൻ്റെയും 10-ൻ്റെയൊക്കെ കളിച്ചാണ് ആക്കിയത്. ദെൻ നമ്മൾ വിഡ്രോ അടിക്കാൻ പോവുകയാണ്. അവിടെ ബാങ്ക് ട്രാൻസ്ഫറാണ് ഞാൻ കൊടുക്കുന്നത്. GPay ഉള്ളവർ GPay എങ്ങനെ ചെയ്യണമെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ അടുത്തായിട്ട് ഇട്ടുതരാം. വേണമെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി. ഓക്കെ, ദെൻ നമ്മൾ വിഡ്രോ ചെയ്യുകയാണ് 100 രൂപ. ഇപ്പോൾ വിഡ്രോ ഒരു സക്സസ് ആവുന്നുണ്ട്. ഇതിലെനിക്ക് നമ്മൾ തുടക്കത്തിൽ കയറുന്ന ഒരാളാണെങ്കിൽ 100 രൂപയ്ക്ക് വിഡ്രോ ചെയ്യുന്ന സമയത്ത് 78 രൂപയോളം കിട്ടും. അല്ലെങ്കിൽ ഡെയിലി വിഡ്രോ ചെയ്ത് കഴിയുമ്പോഴത്തേനും പിന്നെ 65 പോകും. അപ്പോൾ നമ്മുടെ വിഡ്രോ സക്സസ് ആയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഫണ്ടും പോയിട്ടുണ്ട്. കൂടാണ്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു, യുവർ ബാങ്ക് അക്കൗണ്ട് ID ട്രാൻസ്ഫേർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് വന്നു. ഓക്കെ, നമ്മൾ DYC വന്നു. ഓക്കെ, ദെൻ നമ്മൾ മെസ്സഞ്ചർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം എൻ്റെ അക്കൗണ്ടിൽ ഇത്ര രൂപ വന്നു എന്നും പറഞ്ഞു. സോ ഗൈസ്, അപ്പോൾ ഇതിനെക്കുറിച്ച് ഇനിയും ഡൗട്ട്സ് ക്ലിയർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൻ്റെ. അതുപോലെ തന്നെ വിൻസോ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി കയറുക. കമ്മ്യൂണിറ്റി കയറിയിട്ട് ജനറൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഡൗട്ട്സ് അവിടെ ചോദിക്കാം. അവിടെ ചോദിച്ച് കഴിയുമ്പോൾ ഞാൻ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഡൗട്ട്സ് പറയുന്നുണ്ടാവും. സോ ഡൗട്ട്സ് പറയുന്നുണ്ടാവുന്ന പറഞ്ഞാൽ നിങ്ങളുടെ ഡൗട്ട്സ് ബാക്കിയുള്ളവർ ചോദിക്കണം, ക്ലിയർ ചെയ്യുന്നുണ്ടാവും. സോ നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾ ചോദിക്കുക, ഞാൻ ക്ലിയർ ചെയ്ത് തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഗൂഗിൾ പേയും നമ്മുടെ ബാങ്ക് അക്കൗണ്ടും എങ്ങനെ അതിനകത്തേക്ക് കണക്ട് ചെയ്യാമെന്നുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക. ഞാൻ നോക്കിയിട്ട് അതിനായിട്ട് മാത്രമായിട്ടൊരു ഡീറ്റെയിൽ വീഡിയോ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ ബെല്ലൈക്കൺ അടിച്ച് പവർ കാണിക്കുക. ഓക്കെ, ഫുൾ സപ്പോർട്ട് ആയിരിക്കുക. നമ്മുടെ വീഡിയോയ്ക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റായിട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.